അവിടെ കണ്ട കാര്യം വെച്ച് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഏകദേശം ഇതിൻ്റെ ഭാഗമായി 40 വർഷക്കാലം 45 വർഷക്കാലം കൈവശം വെക്കുക. അവർക്കൊരു ലോണിന് അപേക്ഷ വെക്കാൻ പറ്റിയല്ല, കുട്ടികളുടെ പഠന സാഹചര്യത്തിലേക്ക് പോകാൻ പറ്റിയല്ല. അപ്പം നമുക്കെന്തിനാ നിയമം? അതിനെ നമ്മൾ ലഘൂകരിക്കുക. അവർക്ക് എത്രത്തോളം എക്സ്റ്റെൻറ്റ് വേണം അതൊക്കെ ഗവൺമെൻറ് തീരുമാനിക്കും. പക്ഷെ അവർക്കൊരു സാധ്യത ഉണ്ടാകട്ടെ. ഏതാണ്ട് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റും പെരിയാർവാഴി ഇറിഗേഷൻ പ്രോജക്റ്റ്, നെയ്യാർ ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ എന്നിങ്ങനെ ആ സ്ഥലത്ത് തന്നെ പരിശോധിച്ചപ്പോൾ 10,000-ലധികം കുടുംബങ്ങൾ വരുന്നുണ്ട്. ആ കുടുംബങ്ങൾക്ക് പട്ടയം കൊടുക്കണം. പ്രതിപക്ഷ നേതാവ് ഒരു ഘട്ടത്തിൽ ഇത് അസംബ്ലി പറഞ്ഞാണ് ഞാൻ ഓർക്കുന്നു. ആ വിഷയം പരിഗണനാർഹകരമായി നോക്കാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് സ്വാഭാവികമായിട്ട് നമുക്കറിയാം, അവർ കടലാസുകളൊക്കെ പരിശോധിച്ചപ്പോൾ കൊടുക്കാൻ സാധ്യമല്ല എന്ന നില തന്നെയാണ് സ്വാഭാവികമായും തരിക. പക്ഷെ ഗവൺമെന്റ് അത് പരിശോധിച്ചു, അത് പോസിറ്റീവായി പരിഗണിച്ച പട്ടയം കൊടുക്കണം എന്നുള്ള നിലപാട് സ്വീകരിച്ചൊരു ഗവൺമെന്റാണ് പിണറായി സർക്കാർ. ചരിത്ര സംഭവമില്ല കേരളത്തിൽ. നമുക്കെല്ലാം കൂടി ആലോചിച്ച് സന്തോഷിക്കേണ്ടത് 10,000 കുടുംബങ്ങൾക്ക് പട്ടയം ലഭിക്കുക ചെറിയ കാര്യമാണോ? ആ നിലയാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ കാണേണ്ട മറ്റൊരു കാര്യം കൃഷിഭൂമിയാണല്ലോ പ്രധാനപ്പെട്ട കർഷകനെ സംബന്ധിച്ചിടത്തോളം. കാലവർഷക്കെടുതിയിൽ ദുരന്തം ഉണ്ടായാൽ ഏതാണ്ട് അടുത്ത കാലവർഷം വരെയുള്ള കാലം കൊണ്ട് കുറേ അന്വേഷണമൊക്കെ നടത്തി കുറേ കൃഷിനാശത്തിന് തുക കൊടുക്കുന്നൊരു സ്ഥിതി പണ്ടേ കാലം മുതൽ തുടരുന്നുണ്ട്. എന്നാൽ വേനൽ ചൂടിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് കൃഷിനാശത്തിന് നഷ്ടം കൊടുത്തൊരു കാലഘട്ടം കേരളത്തിലുണ്ടായിട്ടില്ല. ഈയിടെ വലിയ വേനൽ ചൂടുണ്ടായപ്പോൾ ഏലകൃഷി വലിയ സാരമായി ബാധിച്ചു. ആ ഘട്ടത്തിൽ ബഹുമാനായ കൃഷി വകുപ്പ് മന്ത്രിയെ ഞാൻ വിവരം അറിയിച്ചു. എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയും ഡിസ്ട്രിക്റ്റും കൂടി ആയതുകൊണ്ട് കുറേ താല്പര്യം കാണിച്ചു. അദ്ദേഹം ആ നിമിഷം തന്നെ അവിടെ എത്തിയുണ്ടായി. ഷോട്ട് ചെയ്യാം. ഞങ്ങൾ ഉടനടി ആ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി തിരിച്ചു വന്നു. എന്താ സംഭവിച്ചത്? അപേക്ഷകൾ സ്വീകരിച്ചു, വിലയിരുത്തി. അങ്ങനെ നമ്മുടെ കേരള രാഷ്ട്രീയ ചരിത്രത്തിലും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണചരിത്രത്തിലും കാണേണ്ട ഒരു കാര്യം, വേനൽക്കാലത്തുണ്ടായ അത്തരം ദുരന്തങ്ങൾക്കും നഷ്ടപരിഹാരം കൊടുക്കാൻ തീരുമാനിച്ച് 10 കോടി രൂപ കർഷകർക്ക് കൊടുത്ത ഗവൺമെൻറ്റാണ് പിണറായി സർക്കാർ. അതാണ് കാണേണ്ടത്. അപ്പോൾ അത്തരം യാഥാർത്ഥ്യങ്ങളെ നമ്മൾ മാറ്റിവെക്കാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പം ഞാനൊരു കേസ് പണ്ട് ശ്രദ്ധിച്ചു, നമ്മുടെ അസംബ്ലി തന്നെ വന്നതാണ്. ഇടമലയാർ കേസുമായി ബന്ധപ്പെട്ടത്. ഇടമലയാർ പദ്ധതി ഉണ്ടാകുന്നതിന് വേണ്ടി അവിടെ സ്ഥലം വിട്ടുകൊടുത്തു. അങ്ങനെ സ്ഥലം കൊടുത്ത സന്ദർഭത്തിൽ പകരം ഭൂമി കൊടുക്കേണ്ടി വന്നു. അങ്ങനെ പകരം ഭൂമി കൊടുത്തതിൻ്റെ ഭാഗമായി 115 ഏക്കറാണ് ഇടമലയാറിന് വേണ്ടി മൊത്തം ആവശ്യം വിട്ടുകൊടുത്തത്. അതിൽ ഏതാണ്ട് 52 ഹെക്ടർ ഭൂമി മൂവാറ്റുപുഴ ഇറിഗേഷൻ പ്രോജക്റ്റിലും 65.46 ഹെക്ടർ ഭൂമി കാരാപ്പുഴ പ്രോജക്റ്റിലും കൊടുത്തു. ഒരു ഘട്ടത്തിൽ വലിയ ഇഷ്യൂ ആയി. ഇതിന് നടപടികൾ തുടർന്ന സമയത്ത് അതിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോറസ്റ്റേഴ്സിന് സാധ്യമല്ല 12.5 ഏക്കർ, അതിന് പകരം ഭൂമി വേണം, അത് മലങ്കരയെ കൊടുക്കാൻ പോകുമെന്ന് പറഞ്ഞ് വലിയ വിഷയം ഉണ്ടായില്ലേ? ഞങ്ങൾ കൊടുക്കില്ലെന്ന് പറഞ്ഞില്ലേ? കൊടുക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞ് ഫോറസ്റ്റിന്. ഇനി വേറെ പകരം ഭൂമിയൊന്നും കേരളത്തിൽ കൊടുക്കലില്ല. പക്ഷെ എന്തേറെ പ്രശ്നങ്ങളും സമരങ്ങളും ഉണ്ടായി. ജനങ്ങൾക്കത് ബോധ്യപ്പെട്ടു. ഞാൻ സമാപിക്കുന്നു. ഒരു കാര്യം കൂടി മാത്രം സൂചിപ്പിക്കട്ടെ. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ നടക്കുന്നത് ഇറിഗേഷൻ ടൂറിസം കൊണ്ടുവരിക. ഇതെല്ലാം ഡാമും അനുബന്ധ സ്ഥലത്തുമല്ലേ. മലങ്കരയിൽ BOT-യിൽ PPP-യിൽ ബൃഹത്തായ ടൂറിസം പദ്ധതി നടപ്പിലാക്കും. കാഞ്ഞാർ, കൊടയത്തൂർ, അറക്കളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ സമഗ്രമായി കൊണ്ടുവന്നെത്തിക്കുന്ന നിലയിലുള്ള ടൂറിസം പദ്ധതിക്ക് നേതൃത്വം കൊടുക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ എറണാകുളം ജില്ലയിലും പാലക്കാട് ജില്ലയിലും 2 പ്രോജക്ട്